കർക്കിടക മാസമായിട്ട് എല്ലാവരും നാലമ്പലത്തേക്ക് പോകുന്ന തിരക്കിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ശ്രീരാമസ്വാമിയുടെ അമ്പലത്തേക്കാണ് കേട്ടോ. തിരുവില്ലാമല അമ്പലത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് 10-15 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അമ്പലത്തേക്ക്. ചെന്നതിന് അവിടെ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ചുക്ക് കാപ്പി കുടിച്ചു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ അമ്പലത്തേക്ക് പോകും. ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും വന്ന് അമ്പലത്തിൽ തൊഴാൻ വരെങ്കിലും ഇങ്ങനൊരു തിരക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയ പോലെ കേട്ടോ തോന്നിയത്. അത്രയും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് സ്വാമീനെ തൊഴുതു. പിന്നെ ആഞ്ജനേയ സ്വാമീനെ കാണാനുള്ള ക്യൂവിലാണ് കേട്ടോ അടുത്ത് നിൽക്കുന്നത്. ഞാനും അമ്മയും ഉണ്ണിക്കുട്ടനും കൂടെ ഉണ്ട്. പിന്നെ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കറുത്ത ചിരട് പൂജിച്ചത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്റ്റും മേടിച്ചിട്ട് 30 രൂപയായിരുന്നു ആ റെസിപ്റ്റിന്. ഇവിടെയുള്ളൊരു സ്റ്റേജിലിരുന്നിട്ട് അമ്മയ്ക്ക് രാമായണം വായിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം വായിച്ചു. കുണ്ടിലെ അയ്യപ്പനെ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ശ്രീരാമസ്വാമി ദേഷ്യം വന്നിട്ട് അയ്യപ്പസ്വാമിനെ തട്ടി തെറിപ്പിച്ചപ്പോഴാണ് കേട്ടോ ഈ കുണ്ടിൽ വന്നിട്ട് അയ്യപ്പസ്വാമി വീണതും അവിടെ പിന്നെ ഒരു അമ്പലം ആയതും. അപ്പോൾ ഈ ഒരു അമ്പലത്തേക്ക് ഇറങ്ങാൻ കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. തിരുവില്ലാമല നല്ല ഒരു മലയുടെ മുകളിലും താഴെ കുണ്ടിലെന്താ അയ്യപ്പസ്വാമിയുടെ അമ്പലവും ഇങ്ങനെ ആയതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞതേ. അവിടെ തന്നെ താഴെ ഒരു നാഗങ്ങളുടെ അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ വന്നാൽ പിന്നെ സ്റ്റെപ്പ് കയറാണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഈ ഒരു വഴി വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അത്രയും ജനങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛമ്മയുടെ അടുത്ത് പോയി അച്ഛമ്മയുടെ വായനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഈ ഒരു ആൽമരം ഉണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിലെ ആൽമരം എന്നാണ് പറയുക. ഈ ഒരു ആൽമരത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒരു പല്ലി ഉണ്ടെന്നാണ് കേട്ടോ പറയുക. അത് ഭാഗ്യയിലൊരുക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ്. ഞങ്ങൾ എപ്പോൾ പോയാലും ആ ഒരു പല്ലീനെ നോക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ പല്ലീനെ കണ്ടിട്ടുണ്ടോ? എല്ലാ തവണയും പോകുമ്പോഴും ഈ ഒരു ആൽമരം നോക്കുക എന്നല്ലാതെ ഞാൻ ഇതുവരെ ആ പല്ലീനെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പല്ലീനെ കാണാൻ പറ്റാത്ത ആ ഒരു സങ്കടത്തിൽ തിരിച്ചു പോരുകയാണ്. നേരമായപ്പോൾ പ്രസാദ് ഊട്ടുണ്ട് പറഞ്ഞപ്പോൾ ക്യൂവിൽ നിന്നാണ്. ഈ ഒരു ക്യൂവും ഒരു 2 മണിക്കൂർ നമ്മളവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. വിശപ്പും ക്ഷീണും എല്ലാം ആയിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും നന്നായിട്ട് ക്ഷീണിച്ച് അതിനിടയിൽ നമ്മുടെ ശിവേലി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയാണ് കേട്ടോ ഈ കയ്യിലുള്ളത്. അങ്ങനെ ശിവേലിയും കാണാൻ പറ്റിയ സന്തോഷത്തിൽ നിന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.